അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ച എന്നോണം 106-ാമത്തെ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോടൊപ്പം ആ വ്യവസ്ഥകൾ എഴുതി പൂർത്തിയാക്കിയതിൽ ഏറ്റവും ഏകപക്ഷീയമെന്ന് തോന്നിപ്പിക്കുന്ന വിധം ആ നാലാമത്തെ കണ്ടീഷൻ ഖുറൈശികളിൽ നിന്ന്, അതിൽ മക്കയിൽ നിന്ന് ഒരാൾ മുസ്ലിമായിട്ട് അഭയം തേടി മദീനയിലേക്ക് വന്നാൽ അയാളെ തിരിച്ചയക്കണം. അതേസമയം മദീനയിൽ നിന്ന് ഒരാൾ മക്കയിലേക്ക് എത്തിയാൽ അയാളെ ഏൽപ്പിക്കേണ്ടതില്ല. ആ ഒരു വ്യവസ്ഥ എഴുതി പൂർത്തിയാക്കിയ സമയത്താണ്, കൃത്യസമയത്ത് ആ ഖുറൈശികളുടെ പ്രതിനിധിയായിട്ട് അവിടെ ഇരിക്കുന്ന സുഹൈൽ ബിൻ അംർ തടവിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ അബൂജന്തൽ ആ വീട്ടുതടങ്കൽ ചാടി അദ്ദേഹം ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ പീഡനം കാരണം ശരീരമാസകലം വ്രണവും മുറിവുമെല്ലാമായിട്ട് ആ ചങ്ങലയും വഹിച്ചാണ് അബൂജന്തൽ ആ രംഗത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അത് കണ്ട ഉടനെ തന്നെ പിതാവ് സുഹൈൽ ബിൻ അംർ പോയിട്ട് ആ മകനെ അടിക്കുകയും അതേപോലെ തന്നെ റസൂലുള്ളാഹിനോട് ഈ കരാർ ഇവനിൽ നിന്ന് തന്നെ നമുക്ക് നടപ്പിലാക്കി തുടങ്ങാം, അതായത് ഈ കരാർ അപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി ഇവൻ തന്നെ ആകട്ടെ എന്ന് സുഹൈൽ ബിൻ അംർ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ കെഞ്ചി നോക്കുകയാണ്, ഇവനെ എനിക്ക് തരണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു നോക്കിയെങ്കിലും യാതൊരു വിട്ടുവീഴ്ചക്കും സുഹൈൽ ബിൻ അംർ അവിടെ തയ്യാറാകുന്നില്ല. ഇവനെ എനിക്ക് നിങ്ങൾ വിട്ടുതരുന്നില്ലെങ്കിൽ ഈ കരാർ എടുത്ത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നുള്ള നിലപാടിലേക്ക് എത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി അവിടെ വന്നു നിൽക്കുന്ന അബൂജന്തൽ അദ്ദേഹം അങ്ങേയറ്റം നിരാശനായിട്ട് മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, യാ മഅ്ശറൽ മുസ്ലിമീൻ അർദ് ഇലൽ മുശ്രിക്കീൻ വഖദ് ജിഅ്തു മുസ്ലിമൻ. ഞാൻ മുസ്ലിമായിട്ട് നിങ്ങളിലേക്ക് വന്ന് എന്നെ നിങ്ങൾ ഇനിയും ഇവർക്ക് തന്നെ തിരിച്ചു നൽകുകയാണോ? ഈ രൂപത്തിൽ പീഡിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തിരിച്ചു നൽകുകയാണോ? അലാ തറൗന മാ ഖദ് ലഖീത്, എൻ്റെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്ക്, ഞാൻ നേരിട്ട പീഡനങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. അദ്ദേഹം വേദനയോടുകൂടെ മുസ്ലിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അവിടെ കൂടി നിന്ന മുസ്ലിങ്ങളുടെ മുഴുവൻ കണ്ണ് നിറയുമാറേറെ വേദനിപ്പിക്കുന്ന രംഗങ്ങൾക്കെല്ലാം ഹുദൈബിയ സാക്ഷിയാവാണ്. വല്ലാത്തൊരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ സംസാരിച്ചെങ്കിലും സുഹൈൽ ബിൻ അംർ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാകുന്നില്ല. ആ ചർച്ച അവിടെ പോസായി നിൽക്കുകയാണ്. അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവസാനം സുഹൈലിൻ്റെ കൂടെ വന്ന മിക്റസ് അയാൾ ഇടപെടാണ്. അയാൾ പറഞ്ഞു, ഓ മുസ്ലിങ്ങളെ, നിങ്ങൾക്കൊരു വാക്ക് നൽകാം, ഇനി ഇദ്ദേഹത്തെ, അതായത് അബൂജന്തലിനെ ഈ രൂപത്തിൽ പീഡിപ്പിക്കില്ല എന്നുള്ളൊരു വാക്ക് അവസാനം അവർ നൽകുകയാണ്. ചെറിയൊരു ആശ്വാസം. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തോടുകൂടി അബൂജന്തലിൻ്റെ അടുത്തേക്ക് പോയിട്ട് റസൂലുള്ളാഹി വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. യാ അബാജന്തൽ, ഓ അബൂജന്തൽ, ഇസ്ബിർ വഹ്തസിഫ് ഫ ഇന്നല്ലാഹ ജാഇലുൻ ലക ഫറജൻ വ മഖ്റജ. ഓ അബൂജന്തൽ, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്കും നിങ്ങളെപ്പോലെ മക്കയിൽ പീഡനം അനുഭവിക്കുന്ന ദുർബലരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഒരു ആശ്വാസവും രക്ഷപ്പെടാനുള്ള വഴിയും തീർച്ചയായിട്ടും അള്ളാഹു തുറന്നു തരും. ഞങ്ങൾ ഇവരുമായിട്ട് അള്ളാഹിൻ്റെ പേരിൽ ആ കരാർ എഴുതിപ്പോയി, അത് പാലിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ്, മറ്റൊരു വഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മുമ്പിൽ പറയുകയാണ്. സമാനമായിട്ടുള്ള വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ചരിത്രം റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ മക്കയിൽ ആ യാസർ കുടുംബം കഠിനമായിട്ടുള്ള പീഡനങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഏറ്റുവാങ്ങിയ സമയത്ത് നിസ്സഹായനായിട്ട് നോക്കിയെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സബറൻ അല യാസിർ ഫ ഇന്ന മൗഇദകുമുൽ ജന്ന. ഓ യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആ സ്വർഗത്തെ സംബന്ധിച്ച് അവർക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി അതേ ക്ഷമയെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മഖ്റജ്, അതായത് ഒരു എക്സിറ്റ് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നൽകുമെന്നുള്ള പ്രതീക്ഷ റസൂലുള്ളാഹി അബൂജന്തലിന് നൽകുകയാണ്. അത് നമ്മൾ വരാനിരിക്കുന്ന ഭാഗത്ത് കാണാനിരിക്കുകയാണ്. അള്ളാഹു എങ്ങനെയാണ് അവർക്ക് ആ ഒരു എക്സിറ്റ് നൽകുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്, ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ആ കഠിനമായിട്ടുള്ള പരീക്ഷണ രംഗത്തും മുസ്ലിങ്ങൾ തന്നെ കൈയൊഴിഞ്ഞ സമയത്തും അബൂജന്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ ഈമാൻ മുറുകെ പിടിക്കുകയാണ്. ശത്രുക്കളോടൊപ്പം, തന്നെ ഇത്രയും കാലം പീഡിപ്പിച്ച ശത്രുക്കളോടൊപ്പം മടങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ള അവസ്ഥയായ സമയത്തും അദ്ദേഹം ആ ഈമാനോടുകൂടെ തന്നെ മടങ്ങിപ്പോയി അദ്ദേഹം ക്ഷമിക്കുകയാണ്. അതിൻ്റെ ഫലം അള്ളാഹു പിന്നീട് നൽകുന്നുണ്ട്. അപ്പം നിറകണ്ണുകളാൽ ഈ രംഗത്തിനെല്ലാം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ അവരാ ക്ഷമ അടക്കിപ്പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അവസാനം സഹികെട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മെല്ലെ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് പോയി. ശേഷം അവിടെ ചാരി വെച്ച ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാള് അതിലേക്ക് മെല്ലെ സൂചന നൽകി. കണ്ടുകൊണ്ടോ മറ്റോ ആ വാളിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മന്ത്രിച്ചു,
നീ പോയി ആ വാളെടുത്ത് അവരെ വധിക്കുക. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം കരാർ എഴുതി കഴിഞ്ഞു. മുസ്ലിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടാക്കും. അദ്ദേഹം കരാറിൽ ഉൾപ്പെടാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ആ വാളെടുത്ത് പോയി അവരെ വധിക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു സൂചന നൽകുകയാണ്. അതോടുകൂടി അതിനെല്ലാം ഒരു അറുതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അബൂജന്തൽ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂജന്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ കരുതി, പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം അവിശ്വാസിയാണെങ്കിലും തന്നെ ഈ രൂപത്തിൽ ക്രൂരമായിട്ട് ദ്രോഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവാണല്ലോ, ആ രൂപത്തിൽ ചെയ്യാൻ അദ്ദേഹം സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അവസാനം ഉമർ ഇബ്നുൽ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അദ്ദേഹം ചോദിക്കാൻ ഒരുങ്ങാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. സ്വഹീൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാൻ സാധിക്കും. അദ്ദേഹം ചോദിച്ചു, അലസ്ത നബി അല്ലാഹി ഹഖൻ, ഓ പ്രവാചകരെ, താങ്കൾ സത്യസന്ധമായിട്ട് അള്ളാഹിൻ്റെ പ്രവാചകനല്ലേ? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല. ശേഷം അദ്ദേഹം ചോദിച്ചു, അലസ്ന അലൽ ഹഖി വ അദുബുന അലൽ ബാത്തിൽ, നമ്മൾ സത്യത്തിലും ഈ നിഷേധികളായിട്ടുള്ള ഇവർ അസത്യത്തിലും അല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദീൻ്റെ വിഷയത്തിൽ നമ്മൾ എന്തിനീ നിന്യത ഏറ്റുവാങ്ങണം? ഈ രൂപത്തിൽ തികച്ചും ഏകപക്ഷീയമെന്ന് തോന്നിക്കുന്ന ആ ഒരു കരാറിൽ നമ്മൾ എന്തിനു അവരുടെ മുമ്പിൽ തല താഴ്ത്തണം? റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹി വലസ്തു അസീഹി വഹുവ നാസിരി, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹിൻ്റെ ദൂതനാണ്, ഞാൻ അള്ളാഹിനെ ധിക്കരിക്കില്ല, അവൻ എന്നെ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് മറുപടിയായിട്ട് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു അവിടെയും നിർത്തുന്നില്ല. അദ്ദേഹം തുടർന്ന് ചോദിക്കുകയാണോ, പ്രവാചകരെ, താങ്കളല്ലേ ഞങ്ങളോട് നിങ്ങളൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, നമ്മൾ കഅബയിൽ ചെല്ലും, ത്വവാഫ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിരുന്നല്ലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, ഞാൻ ആ രൂപത്തിൽ പറഞ്ഞിരുന്നു. ശേഷം റസൂലുള്ളാഹി ചോദിച്ചു, അത് ഈ ഒരു വർഷം തന്നെ നമ്മൾ അവിടെ ചെന്ന് ആ ത്വവാഫ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, അതെ. റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായിട്ടും ഇന്നക ആതി, തീർച്ചയായിട്ടും താങ്കൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലും, ആ ത്വവാഫ് നിർവഹിക്കുക തന്നെ ചെയ്യും. അത് ഈ ഒരു വർഷം നടന്നിട്ടില്ലെങ്കിലും പിന്നീട് അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ അത് നിർവഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെയും നിർത്തുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് പോവാണ്. എന്നിട്ട് അതേ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ആവർത്തിക്കുന്നുണ്ട്. യാ അബൂബക്കർ അലൈസ ഹാദൻ നബി അല്ലാഹി ഹഖ, ഓ അബൂബക്കർ, ആ നിൽക്കുന്നത് അള്ളാഹു നമ്മളിലേക്ക് അയച്ച സത്യസന്ധനായിട്ടുള്ള അവൻ്റെ ദൂതനല്ലേ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, അതെ. നമ്മൾ സത്യത്തിലും നിഷേധികളായിട്ടുള്ള ഇവർ അസത്യത്തിലും അല്ലേ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ മറുപടി ആവർത്തിക്കാണ്, ബല. ശേഷം അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദീൻ്റെ വിഷയത്തിൽ നമ്മൾ എന്തിനീ രൂപത്തിലുള്ള നിന്യത ഏറ്റുവാങ്ങണം? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ശക്തമായിട്ട് രൂപത്തിൽ അതിന് മറുപടി നൽകി, അയ്യുഹർ റജുൽ ഇന്നഹു ലറസൂലുള്ളാഹി വലൈസ യഅസി റബ്ബഹു വഹുവ നാസിറുഹു. ഒരല്പം കോപം കലർന്ന ഭാഷയിൽ ഉമറിനോട് സംസാരിക്കുകയാണ്. മനുഷ്യ, തീർച്ചയായിട്ടും അദ്ദേഹം അള്ളാഹിൻ്റെ ദൂതനാണ്, അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ ധിക്കരിക്കില്ല, തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കും എന്നുള്ളതാണ്. അതിനോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചു, ഫസ്തംസിക് ബി ഖർസിഹി ഫവല്ലാഹി ഇന്നഹു അലൽ ഹഖ്, നീ അദ്ദേഹത്തിൻ്റെ ആ കൽപ്പനകളെ നീ മുറുകെ പിടിക്കുക, അള്ളാഹു ആണ്, തീർച്ചയായിട്ടും അദ്ദേഹം സത്യത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണർത്തുകയാണ്. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ കടിഞ്ഞാണിടുകയാണ്. സമാനമായിട്ടുള്ള സംഭവം നമ്മൾ സീറയിൽ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്തും അങ്ങേയറ്റം ഇമോഷണലായിട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണത്തെയും അതേസമയം ആ യാഥാർത്ഥ്യബോധ്യം ഉൾക്കൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്ന വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ആയത്തെല്ലാം പാരായണം ചെയ്ത് ആ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഉണർത്തുന്ന കടിഞ്ഞാണിടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടെയും കാണാൻ സാധിക്കും. അവർ തമ്മിലുള്ള ആ ബന്ധം. അതോടൊപ്പം എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം സ്ഥാനത്ത് വരുന്നത്? ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ അതിനെല്ലാം ചോദ്യം ചെയ്യാനുണ്ടായ കാരണം, അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവർക്കെല്ലാം ബോധ്യപ്പെട്ടിരുന്നു. അതായത് നഊദു ബില്ലാ, ഒരാൾ അവിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കിബറിൻ്റെ പേരിൽ ഇതേ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമായിട്ട് മാറാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അതിൻ്റെ പിറകിലുണ്ടായിരുന്ന നീയത്ത്, ആ മോട്ടീവ്, അത് ശുദ്ധമായിരുന്നു. അത് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടു. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കരാർ എഴുതിയ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ ഒരു വാക്ക് മായ്ക്കാൻ വേണ്ടി അവർ പറഞ്ഞ സമയത്ത്, റസൂലുള്ളാഹി തന്നെ പറഞ്ഞ സമയത്ത് അലി റളിയല്ലാഹു അൻഹു അത് മായ്ക്കാൻ സന്നദ്ധാകുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൽപ്പനകൾ കേൾക്കാതെ റസൂലുള്ളാഹിനോട് സ്നേഹം പ്രകടിപ്പിച്ച അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമാനമായിട്ട് ഇവിടെയും ഉമർ റളിയല്ലാഹു അൻഹു ആ ദീൻ്റെ വിജയം, അഭിമാനമെല്ലാം അങ്ങേയറ്റം കൊതിച്ചിരുന്നു.
സത്യത്തിൽ നിലകൊള്ളുന്ന നമ്മൾ ആ ശത്രുക്കളുടെ മുമ്പിൽ ഒരിക്കലും തലകുനിക്കരുതെന്നുള്ള ആ ഒരു ശാഠ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കരാർ, ഈ ഒരു വ്യവസ്ഥ തികച്ചും ഏകപക്ഷീയാണ് അല്ലെങ്കിൽ അപമാനകരാണെന്ന് അദ്ദേഹത്തിൻ്റെ അല്പബുദ്ധിയിൽ അദ്ദേഹം വിലയിരുത്തണം. അദ്ദേഹം മാത്രമല്ല, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പം ദീനിനോടുള്ള അടങ്ങാത്ത ആ സ്നേഹം അല്ലെങ്കിൽ അഭിമാനബോധം, അതിലുള്ള അക്ഷമ കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചോദിക്കുന്നത്. അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചരിത്രം ഒരല്പം റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവർത്തനം കാണാൻ സാധിക്കും. മക്കൻ സീറയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമായ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അവർ രഹസ്യമായിട്ടായിരുന്ന പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമായ ഉടനെ തന്നെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്ന് സമാനമായിട്ടുള്ള ചോദ്യം, അലസ്ന അലൽ ഹഖ്, ഓ പ്രവാചകരെ, നമ്മൾ ജീവിച്ചാലും മരിച്ചാലെല്ലാം ആ സത്യത്തിൽ തന്നെയല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചാലും മരിച്ചാലും സത്യത്തിലാണ്. പിന്നീട് എന്തുകൊണ്ട് നമുക്ക് പരസ്യമായിട്ടത് നിർവഹിച്ചുകൂടാന്ന് പറഞ്ഞ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആ കഅബാലയത്തിലേക്ക് ആദ്യമായിട്ട് പോയിട്ട് പരസ്യമായിട്ട് അവിടെ തവാഫ് നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാറൂഖ് എന്നുള്ള ഒരു അപരനാമല്ല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സത്യത്തോടുള്ള, നീതിയോടുള്ള അടങ്ങാത്ത പ്രിയം, അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ ചോദിക്കാനുണ്ടായ കാരണം. അത് ഉമർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ നിന്ന് തുറന്നു ചോദിച്ചെന്ന് മാത്രം. കൂട്ടത്തിലുള്ള പല ആളുകൾക്കും അതേ ചിന്തയുണ്ടായിരുന്നു. കാലങ്ങൾക്കപ്പുറം ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി സഹൽ ബിൻ ഹനീഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെല്ലാം ശേഷം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ദൗർഭാഗ്യവശാലുണ്ടായ ഒരു യുദ്ധം, സുഫീൻ യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം സ്വഹീൽ ബുഖാരിയിലെല്ലാം കടന്നു വരുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തായിരുന്നു. മറുപക്ഷത്തെ ആ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധേയമായിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു ഉത്ബോധനമുണ്ട്. അദ്ദേഹം അവരോട് പറയുന്നുണ്ട് യുദ്ധത്തിന് മുമ്പ്, ജനങ്ങളെ, നിങ്ങൾ തഹിമു റഅയ്യക്കും, നിങ്ങൾ മതകാര്യങ്ങളിൽ നിങ്ങൾ സ്വന്തം അഭിപ്രായങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ നിങ്ങൾ സംശയിക്കുക. അതായത് നിങ്ങളുടെ വികാരത്തിന് പുറത്ത് നിങ്ങൾ ചാടിക്കയറി ഒരു തീരുമാനം എടുക്കരുത്. ശേഷം അദ്ദേഹം ഭൂതകാലത്തുള്ള ഒരു സംഭവം ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ പണ്ട് യൗമ അബൂജന്തൽ ആ ദിനത്തിൽ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ആ മൊത്തം ഹുദൈബിയയെ അബൂജന്തലായിട്ടാണ് കണക്ട് ചെയ്ത് പറയുന്നത്. കാരണം അത്രയേറെ അവരുടെ മനസ്സിൽ ആ ഒരു കാഴ്ച അത്രയേറെ തങ്ങി നിന്നിരുന്നു. അബൂജന്തൽ ആ ദിനത്തിൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം അല്ലെങ്കിൽ ഞങ്ങളുടെ യുക്തിക്കനുസൃതമായിട്ട് തോന്നിയില്ല. എന്നിട്ട് അദ്ദേഹം സത്യസന്ധമായിട്ട് പറയാണ്, അന്ന് റസൂലുള്ളാഹിൻ്റെ കൽപ്പന തിരസ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യായിരുന്നു. അന്ന് റസൂലുള്ള എടുത്ത ആ തീരുമാനം മനസ്സിലാക്കാൻ ഞങ്ങൾ നന്നേ പ്രയാസപ്പെട്ടു. അത് ഞങ്ങൾക്കെല്ലാം തിരസ്കരിക്കാൻ തോന്നി. പക്ഷേ എൻ്റെ പ്രവാചകൻ ശരിയായിരുന്നെന്ന് കാലം തെളിയിച്ചു എന്നുള്ളതാണ്. കാരണം അത് ഏറ്റവും വലിയ വിജയത്തിന് പിന്നീട് കാരണമായി തീർന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം യുദ്ധത്തിന് തൊട്ടു മുമ്പ് മറുപക്ഷത്തോട് ഈ രൂപത്തിൽ സംസാരിക്കുക വഴി ഉണർത്തുന്നത്, നിങ്ങൾ നിങ്ങളെ വികാരത്തെ എല്ലാം മാറ്റിവെച്ച് ആ പ്രവാചക കൽപ്പനകളെ പിന്തുടർന്ന് ആ യുദ്ധവിരാമത്തിൻ്റെ അല്ലെങ്കിൽ ആ സഹിഷ്ണുതയുടെ പാതയിലേക്ക് വരണമെന്ന് അദ്ദേഹം ആ ഉത്ബോധനത്തിലൂടെ അവരെ ഉണർത്തുകയാണ്. അപ്പോൾ അവിടെ ഹദീസിൽ അദ്ദേഹത്തിൻ്റെ ആ സംസാരം എക്കാലഘട്ടത്തേക്കും നൽകുന്ന മനോഹരമായിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. മതകാര്യങ്ങളിൽ അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും തീരുമാനങ്ങൾക്ക് മീതെ, ആ പ്രമാണങ്ങളിൽ നഖല്, അതിന് മീതെ നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ അഖലിനെ നിങ്ങൾ പ്രതിഷ്ഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ തെറ്റാണെന്ന് വിലയിരുത്തുന്ന കാര്യങ്ങൾ അത് നമ്മുടെ നല്ലതിനു വേണ്ടി, നന്മക്ക് വേണ്ടി ആയേക്കാം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വെറുക്കുന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് നന്മ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യം അത് നിങ്ങൾക്ക് തിന്മയായേക്കാം എന്നുള്ളത്. അപ്പോൾ ഏതാണ് നന്മ, ഏതാണ് തിന്മ, അത് ഏത് സമയത്ത് നൽകണം എന്നുള്ളത് അതും അങ്ങേയറ്റം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹിൻ്റെ ആ കാലനിർണ്ണയം അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ആ കലണ്ടർ, അള്ളാഹിൻ്റെ ഷെഡ്യൂളിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ടൈമിങ്ങിനനുസരിച്ചല്ല, മറിച്ച് അള്ളാഹിൻ്റെ ആ ഷെഡ്യൂൾ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന, അള്ളാഹിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് ഏത് സമയത്താണ് നൽകേണ്ടത്, ഏത് സമയത്ത് നൽകിയാലാണ് നമുക്ക് ഗുണകരം എന്നുള്ളത് നമ്മളെക്കാൾ സ്നേഹിക്കുന്ന ഭാവി അറിയാവുന്ന അള്ളാഹ്ക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ അള്ളാഹിൻ്റെ ആ ടൈമിങ്ങിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചോദ്യവും ഇവിടെ നമ്മൾ ചേർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു വർഷം ചെയ്യാത്തതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു വർഷമല്ല, അടുത്ത വർഷമാണ് ആ ഉംറ സംഭവിക്കേണ്ടത് എന്നായിരുന്നു അള്ളാഹിൻ്റെ പദ്ധതി. ആ സമയത്ത് ആ മൊത്തം ആ ഹുദൈബിയ, ആ സുൽഹ്, ആ കരാർ മുഴുവൻ അവർക്കൊരു കയ്പായിട്ട് ആ സമയത്ത് അനുഭവപ്പെട്ടെങ്കിലും കാലങ്ങൾക്ക് ശേഷം അതിൽ ഒളിഞ്ഞിരുന്ന മധുരം അവർ തിരിച്ചറിയാണ്. അപ്പം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നമ്മൾ ആ ഒരു സാഹചര്യത്തെ ഭൗതികമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ, ഇപ്പം ഇത്തരത്തിലൊരു ക്രൈസിസ് മുന്നിൽ വരുന്ന സമയത്ത്, അതായത് സ്വന്തം അണികൾ തന്നെ ആ നേതാവിനെതിരെ തിരിയുമെന്ന് പോലും വിലയിരുത്താവുന്ന ഒരു സാഹചര്യത്തിൽ
അവിടെയും വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ആ ഒരു സംഘർഷത്തെ, ആ ക്രൈസിസിനെ റസൂലുള്ള മാനേജ് ചെയ്യുകയാണ്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നേതാക്കന്മാർ അവർ പെട്ടെന്നുള്ള തീരുമാനത്തിൽ, ആ ഷോർട്ട് ടേം ബെനിഫിറ്റ് മാത്രം ചിന്തിച്ച ഒരു തീരുമാനത്തിലേക്ക്, ഇമ്പൾസീവായിട്ടുള്ളൊരു ഡിസിഷൻ അവരെടുക്കും. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ തങ്ങളെടുത്ത തീരുമാനം എത്രത്തോളം ഗുണം ചെയ്യുമെന്നെല്ലാം ആ സമയത്ത് ആലോചിക്കാൻ കഴിയാതെ വരികയാണ്. പക്ഷേ റസൂലുള്ള നേർവിപരീതമായിട്ട് ആ സമയത്തൊരല്പം പ്രയാസപ്പെട്ടാലും ദീർഘകാലാടിസ്ഥാനത്തിൽ എല്ലാ അർത്ഥത്തിലും അത് തനിക്കും അനുയായികൾക്ക് ഗുണകരാകുമെന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹിൻ്റെ ആ ഫ്യൂച്ചർ, അതായത് ആ ലോങ് ടേം പ്ലാനിങ് വളരെ കൃത്യമായിട്ട് ആ ഒരു സന്ധിയിലുടനീളം പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പരിമിതമായിട്ടുള്ള ബുദ്ധിയും വികാരങ്ങളെല്ലാം എല്ലാ പരിമിതികൾക്കും മുക്തമായിട്ടുള്ള പ്രമാണങ്ങൾക്ക് മീതെ നിങ്ങൾ പ്രതിഷ്ഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിപരമായിട്ട് നമുക്ക് സൃഷ്ടാവിൻ്റെ അസ്തിത്വം, അതേപോലെ തന്നെ ആ പ്രമാണങ്ങളുടെ സത്യസന്ധതയെല്ലാം ബുദ്ധിപരമായിട്ട് ഒരാൾക്ക് പരിശോധിക്കാം. അത് ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാൾ അള്ളാഹിൻ്റെ മുമ്പിൽ അതിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പരിശുദ്ധ ഖുർആനായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് അടുത്ത് കേട്ട മനോഹരമായിട്ടുള്ള റിഫ്ലക്ഷൻ, സൂറത്തുൽ ഹൂദിൻ്റെ 36 മുതലുള്ള ആയത്തുകൾ, ലോകപ്രശസ്തരായിട്ടുള്ള പല ഖുർആകളും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അങ്ങേറ്റം ഇമോഷണലായിട്ട് പാരായണം ചെയ്യുന്നൊരു ഭാഗം കൂടെയാണ്. അത് പരിശോധിച്ച് നോക്കുക. 36 മുതലുള്ള ആയത്തുകളിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനുമായിട്ട് നടത്തുന്ന ആ സംഭാഷണമാണ്. വഹിയ ഇലാ നൂഹിൻ അന്നഹു എന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗം. അപ്പോൾ അവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം ആ കപ്പൽ നിർമ്മിച്ചു. ആ നിർമ്മിക്കുന്ന സമയം അത്രയും ആ നാട്ടുകാർ പരിഹസിക്കുകയാണ്. അത് ഏതൊരു പ്രവാചകന്മാരുടെ ചരിത്രത്തിലും ആ നാട്ടുകാർ പരിഹാസം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആയുധമായിരുന്നു. അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ആ രക്ഷയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. 42-ാമത്തെ ആയത്തിൽ വനാദാ നൂഹൻ ഇബ്നഹു യാ ബനിയ ഇർകബ് മഅനാ, മകനെ ആ കപ്പലിലേക്ക് ക്ഷണിച്ചു. പക്ഷേ മകൻ അവിടെ ആ ബുദ്ധിയെ മുന്നിൽ വെക്കുന്നുണ്ട്, അക്കല്. അതാണ് 43-ാമത്തെ ആയത്തിൽ സ ആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ആ വലിയ പർവ്വതത്തിന് മീതേക്ക് ഞാൻ കയറി രക്ഷപ്പെട്ടോളാം എന്ന് മകന് മറുപടി പറയുകയാണ്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വഹിയാണ് പിന്നീട് പറയുന്നത് ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹീം, അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു കരുണ ചെയ്ത ആളുകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ. അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. പക്ഷേ മകൻ ആ വഹീനെ അവഗണിച്ച് സ്വന്തം കരുത്തിലും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ ആ സബബിൽ മാത്രം ആശ്രയിച്ച സമയത്ത്, അതായത് ആ വഹീനെ മീതെ ബുദ്ധി വെച്ച സമയത്തുണ്ടായ അതിൻ്റെ ആ നതീജ, ആ പരിണിത ഫലം, അതാണ് ആയത്തിൻ്റെ അവസാനം വഹാല ബൈനഹുമൽ മൗജ് ഫക്കാന മിനൽ മുഗറഖീൻ, ആ തിരമാലകൾ വന്ന് അതിൽ മുങ്ങി നശിക്കുന്നതായിട്ടാണ് ആയത്ത് പിന്നീട് പറയുന്നത്. അപ്പോൾ അവിടെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ഫമൻ ഖദ്ദമ അഖ്ലഹു അലൽ കിതാബി വസുന്ന ഗറഖ ഫി ബുഹൂരിൽ അഹ്വാഇ വൽ ബിദ്അ, അതായത് അള്ളാഹിൻ്റെ ആ പ്രമാണത്തിന് മീതെ, ആ നഖലിന് മീതെ ഒരാൾ അഖില്, ആ ബുദ്ധി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ആ ദുനിയാവിൻ്റെ ആ പ്രലോഭനങ്ങളുടെ, ശഹ്വാത്തുകളുടെ, ശുഭാത്തുകളുടെ, തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ആ സമുദ്രത്തിൽ അയാൾ മുങ്ങിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ ദുനിയാവാകുന്ന ആ വെള്ളപ്പൊക്കത്തിൽ നമുക്കുള്ള രക്ഷാമാർഗം എന്നുള്ളത് ഖുർആനും സുന്നത്തുമാകുന്ന കപ്പലിലേക്ക് അഭയം പ്രാപിക്കലാണ്. അതിൽ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ്. ലൻ തളില്ലു മാ തമസ്തക്തും ബിഹിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹുദൈബിയുടെ ആ സന്ദർഭത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ആ രൂപത്തിൽ ചോദിച്ചതിലെല്ലാം ഉള്ള വിഷമം പിന്നീട് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. സ്വഹീൽ ബുഖാരി തന്നെയുള്ള ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഫഅലിംതു ലിദാലിക അമാലൻ, ഞാൻ അതിൻ്റെ പേരിൽ, ആ ചോദിച്ചു പോയതിൻ്റെ പേരിൽ പിന്നീട് പല പ്രായശ്ചിത്തവും ചെയ്തു എന്നുള്ളതാണ്. അതായത് റസൂലുള്ളാഹിനോട് അന്ന് ആ രൂപത്തിലെല്ലാം ചോദിച്ചതിൻ്റെ പരിഹാരമായിട്ട് പിന്നീട് ഞാൻ ധാരാളം നോമ്പ് അനുഷ്ഠിച്ചു, അടിമകളെ മോചിപ്പിച്ച്, അല്ലെങ്കിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ഞാൻ അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവിടെയും നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠം, അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു പോയാൽ, വീഴ്ച വരൽ സ്വാഭാവികമാണ്, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ആ തൗബ ആത്മാർത്ഥാണ്, അത് ജെന്യൂനാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ആ തൗബ ചെയ്തതിന് ശേഷം പിന്നീട് അയാൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കും എന്നുള്ളതാണ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ മുഴുകുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച്, അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും അള്ളാഹു പറയുന്നുണ്ട് ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ, അവർ ആ തൗബ ചെയ്യുക, അതേപോലെ തന്നെ ആ സൽക്കർമ്മങ്ങൾ, അത് രണ്ടും കണക്ട് ചെയ്ത് അള്ളാഹു അവിടെ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അയാളുടെ ആ തൗബ, പശ്ചാത്താപം ആത്മാർത്ഥമാണെങ്കിൽ അയാൾ പിന്നീടുള്ള ജീവിതത്തിൽ കൂടുതൽ നന്മകൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാണ്. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൻ്റെ തുടർച്ചയിൽ അങ്ങനെ അവർ ആ സുൽഹ് കരാറെല്ലാം എഴുതി പൂർത്തിയാക്കി ശേഷം അബൂജന്തൽ റളിയല്ലാഹു അൻഹു ആയിട്ട്
സുഹൈൽ ഇബ്നു അംറും കൂട്ടരും അവർ മക്കയിലേക്ക് മടങ്ങി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖൂമു ഫൻഹറു സുമ്മ ഹലിഖു, നിങ്ങൾ എഴുന്നേൽക്കുക, ബലിയറുക്കുക, അതേപോലെ തന്നെ നിങ്ങൾ തലമുണ്ഡനം ചെയ്യുക, നിങ്ങൾ മുടി മുറിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ്. അവർ ഞെട്ടുകയാണ്. അതായത് ഉംറ ചെയ്യാതെ തന്നെ ചെയ്തു എന്ന് കണക്കാക്കി ഇതെല്ലാം ചെയ്ത് നിങ്ങൾ തഹല്ലുലാകാൻ വേണ്ടി റസൂലുള്ളാഹി അവരോട് കൽപ്പിക്കുകയാണ്. അപ്പം അവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നടക്കുകയാണ്. അപ്പോൾ വല്ലാഹി മാ ഖാമ മിൻഹും റജുൽ, അവരിൽ ഒരാളും എഴുന്നേൽക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഖൂമു ഫൻഹറു സുമ്മ ഹ്ലിഖു, അവരോട് എഴുന്നേൽക്കാനും ബലിയെറുക്കാനും ആ മുടി മുറിക്കാനെല്ലാം റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു. ആ സമയത്തും യാതൊരു പ്രതികരണവുമില്ല. സലാസ മർറാത്ത്, 3 തവണ റസൂലുള്ളാഹി അതേ കാര്യം പറഞ്ഞു. 1400ഓളം വരുന്ന അനുചരന്മാരിൽ ഒരാളും, അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, എല്ലാ ആളുകളും ആ സദസ്സിലുണ്ട്, ഒരാളും എഴുന്നേൽക്കുന്നില്ല, യാതൊരു പ്രതികരണവുമില്ല. അത് വലിയ ഷോക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പൊതുവേ റസൂലുള്ളാഹിക്ക് വേണ്ടി നിസ്സാരമായിട്ട് ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധാകുന്ന അനുചരന്മാർ, റസൂലുള്ളാഹിൻ്റെ കൽപ്പന കേൾക്കാൻ വേണ്ടി അവർ മത്സരിക്കുന്നവരായിരുന്നു. സമിഅന വ അത്അന. നേരത്തെ ഇതേ ഹുദൈബിയയിൽ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഉർവ ഇബ്നു മസ്ഊദ് സഖഫി ആ ഖുറൈശികളുടെ പ്രതിനിധിയായിട്ട് ഒരല്പം മുമ്പ് വന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ച പോയി ഖുറൈശികളോട് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, റസൂലുള്ളാഹിൻ്റെ, അതായത് മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞകൾ കേൾക്കേണ്ട താമസം അവരത് നടപ്പിലാക്കുക, അതിനുവേണ്ടി അവർ മത്സരിക്കുകയാണെന്നെല്ലാം അവരെ പുകഴ്ത്തി പറഞ്ഞിരുന്നു. അതേ അനുയായികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞിട്ടും അവരാരും അതിന് സന്നദ്ധാകുന്നില്ല എന്നുള്ളതാണ്. മൊത്തം സീറയിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള രംഗമാണ്. ഇതേ രൂപത്തിലുള്ള മറ്റൊരു രംഗം സീറയിൽ എവിടെയും കാണാൻ സാധ്യമല്ല. അപ്പം അത്യധികം വിഷമിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് നേരെ ഭാര്യയുടെ ടെൻറ്റിലേക്ക്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ടെൻറ്റിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി പോയി തൻ്റെ പ്രിയപത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് തൻ്റെ വിഷമം പങ്കുവെക്കുകയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ആ ഒരു പ്രതിസന്ധി മനസ്സിലാക്കിയ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് കേട്ട് റസൂലുള്ളാഹിനെ ആശ്വസിപ്പിച്ച് ഒരു പ്രതിവിധി നൽകുന്നുണ്ട്. അവർ പറഞ്ഞു, യാ നബിയല്ലാഹ്, ഓ അള്ളാഹിൻ്റെ പ്രവാചകരെ, ആ രൂപത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത് വരെ. ശേഷം റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങൾ പോയി ഒരക്ഷരം മിണ്ടാതെ, ഒന്നും സംസാരിക്കാതെ നിങ്ങൾ പറഞ്ഞ കാര്യം അവരുടെ മുമ്പിൽ ചെയ്ത് കാണിക്കുക, തീർച്ചയായിട്ടും അവരത് ചെയ്തോളും. അതായിരുന്നു പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് ആ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടുകൂടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി നേരെ നടന്നു പോകുന്നത് ആ ഭാര്യയുടെ അടുത്തേക്കാണ്. പൊതുവേ ഏതൊരു ലീഡർമാർക്കും അവർക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള വിരലെണ്ണാവുന്ന ഒരു അടുത്ത സർക്കിൾ ഉണ്ടാകും. അപ്പോൾ അവരെ ഉടനെ തന്നെ വിളിച്ച് ഒരു മീറ്റിംഗ് എല്ലാം വെച്ച് അടുത്ത സ്റ്റെപ്പ് പ്ലാൻ ചെയ്യുക. ഇതേ രൂപത്തിലാണ് പൊതുവേ നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘർഷവേളയിൽ തൻ്റെ ഭാര്യയിൽ അഭയം പ്രാപിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഭാര്യയുടെ ഉപദേശം തേടുന്നു, അത് അപ്പടി സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, ഒരാൾക്ക് വിജയിക്കാൻ വേണ്ടി ഭാര്യയോട് ചോദിച്ച് അതിന് നേരെ എതിര് പ്രവർത്തിക്കുക എന്നെല്ലാം തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ സ്പിരിറ്റ്, ആ ആത്മാവ്, അത് പ്രവൃത്തിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാണ്. 1000 ഉപദേശങ്ങളേക്കാൾ പവർഫുള്ളാണ് റസൂലുള്ളാഹി കാണിക്കുന്ന ഈ ഒരൊറ്റ മാതൃക. വോള്യങ്ങൾ രചിക്കാൻ മാത്രം അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് റസൂലുള്ളാഹി ഇവിടെ നൽകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇണകളെ നൽകിയിട്ടുള്ളതും. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പല സ്ഥലത്തും അള്ളാഹിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിനിടയിൽ, സൂര്യചന്ദ്രനും ഭൂമിയുടെ സൃഷ്ടിപ്പും ആകാശലോകത്തിൻ്റെ സൃഷ്ടിപ്പെല്ലാം പറയുന്നതിനിടയിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇണകളെ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇണകളെ സൃഷ്ടിച്ചതെന്ന് അതിൻ്റെ ലക്ഷ്യം അള്ളാഹു സൂറത്ത് റൂമിൻ്റെ 21-ാമത്തെ വചനത്തിൽ അസ്വാജൻ ലി തസ്കുനു ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ സമാധാനമടയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാന്തി കണ്ടെത്താൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് വീണ്ടും അതേ കാര്യം തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൻ്റെ 189-ാമത്തെ വചനത്തിലും വജഅല മിൻഹാ സൗജഹ ലിയസ്കുന ഇലൈഹ, നിങ്ങൾക്ക് ആ ശാന്തിയും സമാധാനവും എല്ലാം കണ്ടെത്താൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇണകളെ നൽകി എന്നുള്ളതാണ്. അറബി ഭാഷയിൽ വീടിന് മസ്കന എന്ന് പറയാറുണ്ട്. അതായത് ആ സക്കീന, ആ ശാന്തി ലഭിക്കുന്ന കേന്ദ്രങ്ങൾ, അതാണ് ആ മസ്കന. അപ്പോൾ പുറത്തുള്ള ആ തിരമാലകളിൽ അല്ലെങ്കിൽ പുറത്തുള്ള ആ കൊടുങ്കാറ്റിൽ അത് അവിടെ നമുക്ക് അകത്ത് ലഭിക്കുന്ന ശാന്തമായിട്ടുള്ളൊരു തുറമുഖമാണ് നമ്മുടെ ഭാര്യയും വീടെല്ലാം. പുറത്ത് കത്തുന്ന വെയിലിൽ നമുക്ക് ലഭിക്കുന്ന തണലേകുന്ന വൃക്ഷം, അതാണ് ഭാര്യ.
അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ ആ ഗാഠമായിട്ടുള്ള ബന്ധത്തെ പല രൂപത്തിൽ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. വസ്ത്രത്തോടുള്ള ഉപമ സൂറത്തുൽ ബഖറയുടെ 187 വചനത്തിൽ ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും വസ്ത്രമാണെന്നെല്ലാം അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിലാണ്. അതായത് പുറത്തുള്ള പ്രതികൂലമായിട്ടുള്ള ആ കാലാവസ്ഥയിൽ തണുപ്പിലും വെയിലിലും അതിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷണം നൽകുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ന്യൂനതകൾ നഗ്നതകൾ മറച്ചു വെക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം നൽകുന്നത്, അതെല്ലാം വസ്ത്രമാണ്. അതേ രൂപത്തിൽ മനോഹരമായിട്ട് അള്ളാഹു ഉപമിക്കുന്നുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്തും അതിൻ്റെ തുടക്കത്തിലും ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ആ വേളയിൽ ഹിറാ ഗുഹയിൽ നിന്നും ഭയപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വരുന്നത് പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. മനോഹരമായിട്ടൊരു പണ്ഡിതൻ മൊത്തം നുബുവത്തിനെ അദ്ദേഹം വർണ്ണിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ നിന്ന് ആരംഭിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ ഒടുങ്ങിയ വിസ്മയം, ആ രൂപത്തിലാണ് അദ്ദേഹം മനോഹരമായിട്ട് അതിനെ വർണ്ണിച്ചത്. ആ രൂപത്തിലാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രതിസന്ധികൾ ഇറക്കി വെച്ച് മനസ്സിന് ശാന്തിയും സമാധാനവും എല്ലാം കണ്ടെത്താൻ സഹായിക്കുന്ന സങ്കേതങ്ങൾ, അതാണ് ഇണകൾ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇണകൾ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഉള്ളൊരു ഭാര്യ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കൺകുളിർമയാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രാർത്ഥന, റബ്ബന ഹബലന മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത അയുൻ. അള്ളാഹു ആ കൺകുളിർമ ലഭിക്കുന്ന ഭാര്യയും സന്താനങ്ങളെയും നൽകി മരണം വരെ നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നൽകിയ നിർദ്ദേശം അനുസരിച്ച് അവരുടെ മുമ്പിലേക്ക് പോയി ഒന്നും മിണ്ടാതെ ഒരാളെ വിളിച്ച് റസൂലുള്ളാഹി ആ മുടിയെല്ലാം മുറിച്ച് അതിന് ശേഷം ബലിയറുത്തു. അപ്പോൾ അവരത് കണ്ട സമയത്ത് ആ സ്വഹാബികൾ ഒന്നടങ്കം അതേ രൂപത്തിൽ തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അതായത് റസൂലുള്ളാഹിൻ്റെ ആ കൽപ്പന അത് കേൾക്കാൻ ഒരല്പം വൈകിയതിൻ്റെ ആ നിരാശ, അതിൽ പരസ്പരം പിറുപിറുത്ത് അല്ലെങ്കിൽ അവർ പരസ്പരം കൊല്ലും വിധം ശക്തമായിട്ട് അവർ അതിനു വേണ്ടി തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു എന്നെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരക്ഷരം ഉരുവിടാതെ അത് പ്രവർത്തിച്ച് കാണിച്ച സമയത്ത് അത് അവർ അതേ രൂപത്തിൽ അനുകരിക്കുകയാണ്. അത് സിമ്പിൾ സൈക്കോളജിയാണ്. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ചില സമയത്ത് നമ്മളെ വാക്കുകളേക്കാൾ ശക്തമാകും നമ്മൾ അത് പ്രവർത്തിച്ച് കാണിക്കുന്നത്. ആ രൂപത്തിലാണല്ലോ. അപ്പോൾ ചില സമയത്ത് ഒന്നും പറയേണ്ടതില്ല, ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് തോളിലൊന്ന് തട്ടുന്നത്, അതല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുന്നത്, അത് 100 വാക്കുകൾ നൽകുന്നതിനേക്കാൾ വലിയ ആശ്വാസമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു. അത് അതേ രൂപത്തിൽ അവർ അനുകരിച്ചു. അങ്ങനെ അവർ വലിയറുത്ത് അവരുടെ മുടിയെല്ലാം മുറിച്ചു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദിൻ്റെ മുസ്നദിലും തുർമുദിയിലെല്ലാം കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ള അവിടെ പ്രത്യേകമായിട്ട് അല്ലാഹു മഗ്ഫിർ ലിൽ മുഹല്ലിഖീൻ, ആ മുടി വടിച്ച ഷെയ്ബ് ചെയ്ത ആളുകൾ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. 1 തവണയല്ല 3 തവണ റസൂലുള്ള പ്രാർത്ഥിച്ചു. അപ്പോൾ 4മത്തെ തവണ ചില ആളുകൾ മുടി വടിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ കേവലം മുടി ചെറുതാക്കി വെട്ടുക മാത്രമാണ് ചെയ്തത്. അത്തരം ആളുകൾ വന്നിട്ട് 3 തവണ കഴിഞ്ഞ് 4മത്തെ തവണ അവർ വന്ന് ചോദിച്ചു, വലിൽ മുഖസ്സിരീന യാ റസൂലുള്ളാഹ്, മുടി ചെറുതാക്കിയ ആളുകൾക്കൊന്നുമില്ലേ, അവർക്ക് പാപമോചനമില്ലേ? അപ്പോൾ 4മത്തെ തവണ ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി 4മത് വലിൽ മുഖസ്സിരീൻ, ആ മുടി ചെറുതാക്കിയ ആളുകൾക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ 3 തവണ പ്രത്യേകമായിട്ട് മുടി വടിച്ച ആളുകൾക്ക് റസൂലുള്ളാഹി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 4മത്തെ തവണ ചോദിച്ച സമയത്ത് അവരെയും കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുടി വടിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്നുള്ളത് നമുക്കറിയാം. ഹജ്ജും ഉംറയെല്ലാം നിർവഹിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആ മുടി അത് ഷേവ് ചെയ്ത് അല്ലെങ്കിൽ വടിക്കുക എന്നുള്ളതാണ്. അത് ചില ആളുകൾ ഇപ്പോൾ ജീവിതത്തിൽ ആകെ ഒരൊറ്റ തവണയായിട്ടെല്ലാം നിർവഹിക്കുന്ന ഹജ്ജിൽ പോലും ആ മുടി മുറിക്കാൻ അങ്ങേയറ്റം പ്രയാസം, അല്ലെങ്കിൽ മുടി ഷേവ് ചെയ്യാൻ അങ്ങേയറ്റം പ്രയാസം കാണിക്കുന്നതായിട്ടെല്ലാം ശ്രദ്ധിക്കാൻ സാധിക്കും. അതായത് യഥാർത്ഥത്തിൽ അത് ആ സമർപ്പണത്തിൻ്റെ അങ്ങേയറ്റാണ്. ഇപ്പം നമ്മുടെ മുടി എന്നുള്ളത് തലയിലുള്ള കിരീടമാണെന്നെല്ലാം പറയാറുണ്ട്. ആ കിരീടം അവിടെ അടിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ സമർപ്പണമാണ്. ഇപ്പോൾ പഴയ കാലത്തെല്ലാം ശാരീരികമായിട്ട് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമായിരുന്നു. ആ യാത്രയും മറ്റു അസൗകര്യങ്ങൾ ഒരുപാടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ശാരീരികമായിട്ടുള്ള ഹജ്ജ് എളുപ്പമാണ്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതേസമയം മാനസികമായിട്ടുള്ള ഹജ്ജ്, ആ ഹജ്ജിലുടനീളം മനസ്സിനെ പിടിച്ചു വെക്കാനും ഇത്തരത്തിലുള്ള ത്യാഗങ്ങൾ ചെയ്യാനും അങ്ങേയറ്റം പ്രയാസകരമായിട്ട് മാറാണ്. അത് പറയുന്ന സമയത്തും അവിടെ പ്രത്യേകമായിട്ടുള്ള എക്സെപ്ഷൻ, ചില രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതിൽ ഒഴിവുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു സ്വഹാബി കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരി സ്വഹാബിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വഹീൽ ബുഖാരി കടന്നു വന്ന ഹദീസിൽ അദ്ദേഹത്തിന് തലയിലൊരു രോഗമുള്ളത് കാരണം പേൻ്റെ ശല്യം മുഖത്തേക്ക് പോലും വീഴുന്ന രൂപത്തിൽ അത്തരത്തിലൊരു പ്രയാസമുള്ളത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച്
അത് പറഞ്ഞ സമയത്ത് റസൂലുള്ള പകരം അതിന് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹത്തോട് നിങ്ങൾക്കൊരു ആടിനെ അറുക്കാൻ കഴിയുമോ എന്ന് റസൂലുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, അതല്ലെങ്കിൽ 6 സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി റസൂലുള്ള നിർദ്ദേശിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 196 ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത്. അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല ഫമൻ കാന മിൻകും മരീളൻ ഔ ബിഹി അദം മിൻ റഅസിഹി ഫഫിദിയത്തുൻ മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. നിങ്ങൾ ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ തല മുണ്ഡനം ചെയ്ത് നിങ്ങൾ അതിൽ തഹല്ലുലാകുക, ഹജ്ജിൽ നിന്ന് റിലീസാവുക. എന്നിട്ട് അള്ളാഹു പ്രത്യേകമായിട്ട് പറയാണ്, രോഗികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തലയിൽ വല്ല ഉപദ്രവവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസമുള്ള ആളുകൾക്ക് അവർക്ക് ആ ഫിദിയ, ആ നോമ്പും ആ ഭക്ഷണം നൽകലും ഫിദിയായിട്ട് അള്ളാഹു ആയത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഫിഖിയായിട്ടുള്ളൊരു പാഠം, അപ്പോൾ ഹജ്ജ് ഉംറയെല്ലാം ഒരാൾ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ഒരു തടസ്സം മുന്നിൽ വരികയാണെങ്കിൽ അയാൾക്ക് ഈ രൂപത്തിൽ തഹല്ലുലാകുക എന്നുള്ളതാണ്. അയാൾ അറവ് നടത്തുക, അതേപോലെ തന്നെ ബലിയറുത്തതിന് ശേഷം ആ തല മുണ്ഡനം ചെയ്ത് അയാൾക്ക് ആ ഹജ്ജിൽ നിന്നും തഹല്ലുലാകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ആ ഹജ്ജ് പിന്നീട് അയാൾ ഖളാ വീട്ടേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ ആ ബലിമൃഗങ്ങളെല്ലാം അറുത്ത് ആ മുടിയെല്ലാം മുണ്ഡനം ചെയ്ത് അവർ തഹല്ലുലാകുകയാണ്. അപ്പോൾ അവർ ഒരുപാട് ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിരുന്നു, ഓർക്കുന്നുണ്ടാകും. അതിനെ ബലിയെറുത്ത് അതിൻ്റെ മാംസം, അതിൻ്റെ ഓഹരി അവർ അയക്കുന്നത് മക്കയിലേക്ക് തന്നെയാണ്. അതായത് ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള, ഇത്രയേറെ ദ്രോഹം ചെയ്ത് അവരെ ഉംറ ചെയ്യുന്നതിൽ നിന്നെല്ലാം തടഞ്ഞു വെച്ച അതേ മക്കക്കാർക്ക് തന്നെയാണ് അതിൻ്റെ മാംസം അവർ അതിൻ്റെ ഷെയർ അയക്കുന്നത്. അത് സ്വീകരിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുസ്ലിങ്ങളെ വേണ്ട കിട്ടുന്ന അവസരത്തിൽ ഉപദ്രവിക്കും, അതേസമയം അവരുടെ ഉപജീവനം പറ്റാൻ യാതൊരു പ്രയാസവും തോന്നുന്നില്ല. ഈ രൂപത്തിൽ ഇതിൻ്റെ ആവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് കാണാറുണ്ട്. അവർ ആ മാംസം മക്കയിലേക്ക് കൊടുത്തയച്ച സമയത്ത് ആദ്യത്തിൽ ഉദ്ധരണികൾ കാണാൻ സാധിക്കും, മുസ്ലിങ്ങൾക്ക് ബദറിൽ ലഭിച്ച അബൂജഹലിൻ്റെ ഒട്ടകം, അബൂജഹൽ അയാൾ നേരത്തെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അയാളുടെ ഒരൊട്ടകം, മൂക്കിൽ വെള്ളിയുടെ ഒരു വളയെല്ലാം ധരിച്ച ആ ഒരൊട്ടകം, ആ ഒട്ടകത്തിൻ്റെ മാംസവും കൂടെ കൊടുത്തയച്ചു എന്നുള്ളത് ആ രൂപത്തിലെങ്കിലും ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി. അത്തരത്തിൽ ആ ബലി അറുത്ത് അതിനുശേഷം മുസ്ലിങ്ങൾ ഒന്നടങ്കം ഹുദൈബിയയിൽ നിന്നും തിരിച്ച് മദീനയിലേക്ക് യാത്രയാവാണ്. അപ്പോൾ ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് റസൂലുള്ളാഹിയും കൂട്ടരും ആ യാത്ര തിരിക്കുന്നത്. അതിൽ 10-20 ദിവസത്തോളം അവർ ഹുദൈബിയയിൽ തന്നെ അവർ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മടങ്ങാണ്. പതിവ് പോലെ റസൂലുള്ളാഹി രാത്രി സമയത്താണ് കൂടുതൽ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് അങ്ങേയറ്റം മനോവിഷമമുണ്ട്, റസൂലുള്ളാഹിനോട് ആ രൂപത്തിലെല്ലാം ചോദിച്ചതിൻ്റെ ആ വിഷമം. അപ്പോൾ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പിറകിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഒട്ടകം അല്ലെങ്കിൽ ആ കുതിര ഒരൽപ്പം റേസ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്തി. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫസ്അലഹു അൻ ഷൈഇൻ ഫലം യുജിബ്ഹു, ഞാൻ റസൂലുള്ളാഹിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു, പക്ഷേ റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല. ശേഷം ഞാൻ വീണ്ടും ചോദിച്ചു, ആ സമയത്തും റസൂലുള്ളാഹി മിണ്ടിയില്ല. 3 തവണ ചോദിച്ച സമയത്തും റസൂലുള്ളാഹി യാതൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷമം സഹിക്കാൻ കഴിയാതെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കുതിരയെ ചാർജ് ചെയ്ത് ഒരുപാട് ദൂരേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു സ്വയം തന്നെ പറഞ്ഞു, സഖിലത്ത് ഉമ്മ ഉമറിൻ്റെ ഉമ്മക്ക് ആ കുട്ടിയെ നഷ്ടപ്പെട്ടു. അതായത് വിഷമം കാരണം അദ്ദേഹം ആ രൂപത്തിലെല്ലാം പറഞ്ഞ് ദൂരേക്ക് പോവാണ്. ഇപ്പോൾ 3 തവണയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മറുപടി ലഭിച്ചില്ല. എനിക്കെതിരെ വല്ല ഖുർആനിലെ ആയത്തോ എങ്ങാനും ഇറങ്ങുമോ എന്നല്ല ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ യാത്രാസംഘം നീങ്ങി അവർ ഖുറാ അൽ ഗമീം എന്നുള്ള ഒരു സ്ഥലം, മക്കക്കും മദീനക്കും ഇടയിലുള്ള ആ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് പിറകിൽ നിന്നൊരാൾ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഓ ഉമർ, നിങ്ങളെ റസൂലുള്ളാഹി അന്വേഷിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ഭയപ്പെടാണ്. വല്ല ഖുർആൻ അവതരിച്ചു, എന്താണ് കാരണം എന്നറിയില്ല. പകത്തുള്ള വിഷമെല്ലാം അടക്കി വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. ശേഷം റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. അതിനുശേഷം റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ സ്വഹീഹ് മുസ്ലിമിലും മറ്റുള്ള ഹദീസിലെല്ലാം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് ഉൻസിലത് അലയ്യ ആയത്തുൻ ഹിയ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ ജമീഅൻ, എനിക്ക് ഈ സമയത്ത് ചില ആയത്തുകൾ, അതായത് ഖുർആനിലുള്ളൊരു അധ്യായം എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാൾ, അതായത് ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ശേഷം റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിലുള്ള ആ 48-ാമത്തെ അധ്യായം, നമ്മൾ പലതവണയായിട്ട് പറഞ്ഞ ഹുദൈബിയായിട്ട് ബന്ധപ്പെട്ട് അവതരിച്ച സൂറത്തുൽ ഫത്ഹ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് തുടങ്ങുന്ന ആ ഒരു അധ്യായം, മുടിനീള അധ്യായം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഓതി കേൾപ്പിച്ചു. അത് മുഴുവനായി കേട്ടതിന് ശേഷം
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടെ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അവ ഫത്ഹൻ ഹുവ, ഇത് വിജയമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. അതോടുകൂടെ മുസ്ലിങ്ങൾ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുസ്ലിങ്ങൾ ഒന്നടങ്കം സന്തോഷിക്കുകയാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ളൊരു പോയിന്റ്. ആ ഹുദൈബിയയിൽ തികച്ചും ഏകപക്ഷീയമെന്നെല്ലാം അവർ വിലയിരുത്തിയ ആ ഒരു കരാർ എല്ലാ അർത്ഥത്തിലും വിജയമാണെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതോടുകൂടെ അവരങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. അത് ഏത് രൂപത്തിലാണ് വിജയമാകുക എന്നുള്ളത് ആ സമയത്തും അവർക്ക് യാതൊരു ധാരണയില്ല. പക്ഷേ ആ ഒരു ഇരുട്ടിൽ ആ ഖുർആനാകുന്ന നൂറ്, ഖുർആൻ്റെ ആ വെളിച്ചം വന്നതോടുകൂടെ ആ പിക്ചർ മൊത്തം മാറുകയാണ്. യാഥാർത്ഥ്യങ്ങൾ എത്ര തലകീഴായിട്ടാണെങ്കിലും ആ ഖുർആൻ്റെ ലെൻസിലൂടെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു പിക്ചർ അവർക്ക് അതുവഴി ലഭിക്കുകയാണ്. ആ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അവാഗ്ദാനങ്ങളിലുള്ള അചഞ്ചലമായിട്ടുള്ള അവരുടെ വിശ്വാസമാണ് അതെല്ലാം കാണിച്ചു തരുന്നത്. അതെങ്ങനെ വിജയമാകുന്നതെന്ന് അറിയേണ്ടതില്ല. പക്ഷെ അള്ളാഹു അതിനെ വിജയം എന്ന് വിളിച്ചാൽ പിന്നീട് യാതൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവർ ആ വാഗ്ദാനം പുലർന്നതായിട്ട് കാണുകയും ചെയ്യുകയാണ്. അപ്പം അത്രയേറെ റസൂലുള്ളാഹിനെയും ആ ദീനെയെല്ലാം സ്നേഹിച്ച ഒരു കൂട്ടം അനുയായികൾ, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്ത് ലഭിച്ച ഏറ്റവും വലിയൊരു സമ്പത്ത്. ഇതര രാജാക്കന്മാരല്ലെങ്കിൽ നേതാക്കന്മാരെ പോലെ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളോ അല്ലെങ്കിൽ ആഡംബരങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ആധിക്യം അതൊന്നും റസൂലുള്ളാഹി ദുനിയാവിൽ അതൊന്നും ലഭിച്ചിരുന്നില്ല. റസൂലുള്ളാഹിൻ്റെ സമ്പത്ത് എന്നുള്ളത് ഈ അസ്ഹാബുകൾ, റസൂലുള്ളാഹിൻ്റെ അനുയായികളാണ്. അവരുടെ ആ ഒരു ത്യാഗസന്നദ്ധ, അതാണ് ഹുദൈബിയയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ പോലും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചത് അത് അതേ രൂപത്തിൽ ചെയ്യാൻ അവർ സന്നദ്ധമാകുന്നുണ്ട്. അതിൻ്റെ ആ സമീഅന വ അത്അന, അതിൻ്റെ അങ്ങേയറ്റാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തിൽ മനോഹരമായിട്ടുള്ള റസൂലുള്ളാഹിൻ്റെ പേരെടുത്ത് പറയുന്ന ആ ഒരു വചനത്തിൽ 29-ാമത്തെ ആയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തിൽ അള്ളാഹു സ്വഹാബികൾക്ക് നൽകുന്ന ആ പ്രശംസ, ആ ഒരു ആയത്തിൽ അള്ളാഹു റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരെ, സ്വഹാബികളെ ഒന്നടങ്കം ഒരു വിത്തിൽ നിന്നും മെല്ലെ ദുർബലമായിട്ട് മുളച്ചു പൊന്തി പിന്നീട് ക്രമേണ ആ കർഷകനെ തന്നെ ആശ്ചര്യപ്പെടുത്തുമാറ് ശക്തി പ്രാപിക്കുന്ന വിളകളോട്, വൃക്ഷത്തോട് സ്വഹാബികൾ ഉപമിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഉപമയാണ്. അതെന്നെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഈ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സൈഡ് പോയിന്റ്, ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അറബി ഭാഷയിലുള്ള മൊത്തം ആൽഫബറ്റ്സ് 28 അക്ഷരങ്ങളും അത് മുഴുവനായിട്ട് കടന്നു വരുന്ന ഒരു ആയത്ത് കൂടെയാണ് സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആ ഒരു ആയത്ത്. പരിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകളിലാണ് ഈ രൂപത്തിൽ മൊത്തം ആൽഫബറ്റ്സ് കടന്നു വരുന്നത്. ഒന്ന് ഇതാണ്, മറ്റൊന്ന് ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ സ്വയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഏതായിരുന്നാലും ആ യാത്രാ സംഘം അവർ ഹുദൈബിയയിൽ നിന്നും തിരിച്ച് യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്തുകയാണ്. അപ്പം അള്ളാഹു അതിനെ ഏറ്റവും വലിയ വിജയം എന്ന് വിശേഷിപ്പിച്ചു. അത് ഏത് രൂപത്തിലാണ് വിജയമാകാൻ പോകുന്നതെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്, ഹുദൈബിയയുടെ അവസാന ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നതാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്ര ജീവിതത്തിൽ അത് പുലർത്താനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.